ഇതെന്താ ഇത്? ഇവിടെ വന്ന് സ്വപ്നം കണ്ടിരിക്കുക? അതെ, സ്വപ്നം തന്നെയാ. എന്ത് സ്വപ്നം? എന്താ പറയാ, നമ്മുടെ ഭാവിയെ കുറിച്ച്, വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച്. കേക്കട്ടെ. എനിക്ക് സംഭവിച്ച താളപ്പിഴകളൊന്നും എന്റെ കുഞ്ഞിന് സംഭവിക്കാൻ പാടില്ല. അവനായാലും അവളായാലും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരിക്കണം. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടാവാൻ പാടുള്ളൂ. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതെ, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ കുഞ്ഞിനു വേണ്ടി അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യേ അമ്മായിയമ്മ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താ? വാ പറയാം. എന്താന്ന് പറയണോ? വരണം മിസ്റ്റർ, വാ പറ. ഇതെവിടെയാ ഗിരേട്ടാ ഈ 1000 കണ്ണി ക്ഷേത്രം? ദൂരം ഒരുപാടുണ്ട്, തിരുവനന്തപുരത്ത്. ഈ അമ്മയുടെ ഒരു കാര്യം, നേർച്ച നേരാൻ തുടങ്ങിയാ പിന്നെ എവിടെയാണെന്നൊന്നും നോക്കില്ല. ഇതിപ്പോ നമ്മള് പോണോന്ന് നിർബന്ധം പിടിച്ചിരിക്കല്ലേ? പോവാനുള്ള തീരുമാനം അമ്മ എടുത്തു കഴിഞ്ഞു. എന്നോട് തിരുവനന്തപുരത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്ന് ചോദിച്ചു. ഞാനില്ലാന്ന് പറഞ്ഞപ്പോ അമ്മ അവിടെ ആരെങ്കിലും അന്വേഷിക്കട്ടെ എന്നാ പറയുന്നേ. അമ്പലത്തിന്റെ കാര്യല്ലേ, അമ്മ ആരെങ്കിലും കണ്ടുപിടിച്ചോളും, അത് ഉറപ്പാ. നേർച്ചയെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. ചെയ്തേ പറ്റൂന്ന് അമ്മ പറയുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാ? ചേച്ചി എപ്പോഴാ തിരുവനന്തപുരത്തോട്ട്? അമ്മ പറഞ്ഞോ നിന്നോട്? പറഞ്ഞൊന്ന് മാത്രല്ല, ഞാനാ നിങ്ങളുടെ എസ്കോട്ട്. അമ്മയ്ക്ക് വരാൻ പറ്റാത്തോണ്ടാ പകരം ഞാൻ. നിനക്ക് അമ്മയോട് പറയായിരുന്നില്ലേ ഇത്രയും ദൂരമൊന്നും പോകേണ്ട കാര്യമില്ലായിരുന്നു? ഞാൻ പകുതി പറഞ്ഞു നോക്കി, പക്ഷേ അതിനു മുൻപ് കടും ഭക്തിയിൽ ഇങ്ങോട്ടൊരു ചാട്ടം. പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി, 3 പേരും കൂടെ പോയിട്ട് വന്നോളാൻ. എനിക്കൊരു ഓഫറും ഉണ്ട്. അതെന്താ ഈ ഓഫർ? നിങ്ങൾ സുമംഗലി പൂജയിൽ പങ്കെടുക്കുന്നത് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സൗഭാഗ്യത്തിന് വേണ്ടിയല്ലേ? ഞാനവിടെ ചുറ്റിപ്പറ്റി നിന്നാലേ എനിക്ക് നല്ലൊരു ചെക്കനെ കിട്ടും പോലും. അതാ ഞാനൊരു താല്പര്യം കാണിക്കുന്നത്. അപ്പൊ ഇനി രക്ഷയില്ല, പോയേ പറ്റുമല്ലേ? മഞ്ജു, തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലേ നമുക്ക് ഇതൊരു പ്ലഷർ ട്രിപ്പായിട്ട് അങ്ങ് എടുക്കാം. പ്ലഷർ ട്രിപ്പ്? ഈ കണ്ടീഷനിൽ ഗിരിയേണ്ണൊന്ന് വന്ന് നോക്കണം. എന്ത്, ഞാൻ പ്രഗ്നന്റ് ആകാനോ? അത് സംഗതി കൊള്ളാം കേട്ടോ. ഈ ആണുങ്ങളുടെ അഹങ്കാരം കുറയുന്നൊരു ഏർപ്പാടാ. ചേച്ചി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്, ഇനി മുതൽ അങ്ങനെ ആകണേന്ന് അമ്പലനടയിൽ ഒരു പ്രാർത്ഥനയും കൂടെ നടത്തിക്കോ. നീയൊന്നും മിണ്ടായിരുന്നേ. അമ്പലത്തിൽ പോകുന്നതേ ഈ ഒരു നേർച്ചയ്ക്കാണെന്ന് അമ്മ അറിഞ്ഞാലേ പൊറുക്കില്ല കേട്ടോ. എന്തായാലും കുറെ കാലത്തെ ബഹളമൊക്കെ കഴിഞ്ഞിട്ടേ എനിക്കൊരു റിലാക്സേഷൻ ആവശ്യമാ. അതുകൊണ്ട് ഞാൻ ഈ യാത്രയ്ക്ക് ഓക്കെയാ. ഭാര്യയും ഭർത്താവും കൂടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോ, നമ്മൾ പോകുന്നു. ഓക്കെ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, നമുക്കങ്ങ് പോയേക്കാം. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ട, കൊള്ളാവുന്നൊരു യാത്രയാവും. ഇനി കൂടുതൽ നേർച്ചകളൊന്നും നേർന്നു കളയരുതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ശരി, ഗിരിയേട്ടന്റെ ഇഷ്ടം. എന്റെ മമ്മി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കണ്ട.